ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബോക്സ് പ്ലീറ്റഡ് ഫ്രോക്കിനെ കുറിച്ചാണ്. അപ്പോൾ മെഷർമെൻറ്റുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോൾഡർ മെഷർമെൻറ്റ്, ചെസ്റ്റ്, വേസ്റ്റ്, യോക്ക് ലെങ്ത്ത്, നെക്ക് വിഡ്ത്ത്, നെക്ക് ലെങ്ത്ത് ഒക്കെ ഞാനിവിടെ അളന്ന് ഓൾറെഡി ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിഡ്സിൻ്റെ സൈസ് ചാർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആർക്കെങ്കിലും സൈസിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ കുട്ടിയുടെ മെഷർമെൻറ്റ് എടുത്ത് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ടിൻ്റെ നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാട്ട് ഇട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ മെഷർമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ യോക്ക് പീസ് ചെയ്യുക, അതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ബോട്ടം പീസിനെ കുറിച്ചും ബോക്സ് പ്ലീറ്റ് എങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കട്ട് പീസ് ഉണ്ടായിരുന്നതാണത്. അപ്പോൾ ഇതുപോലെ 2 പീസസ് ആയിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒറ്റ പീസാണ് നിങ്ങളെ കയ്യിൽ നിന്നില്ല അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ ഒറ്റ പീസ് ഇതുപോലെ എടുത്തിട്ട് ഇതിന് ഞാൻ 2ആക്കി മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും എൻ്റെ കയ്യിൽ ഇതുപോലെ ഓരോ പീസസിലുകൊണ്ട് 2 പീസും കൂടി ഇതുപോലെ ഒരുമിച്ച് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് 2ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറ്റ പീസാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 പീസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് 2ആക്കിയിട്ട് മടക്കി വെക്കാം. ഓക്കെ, ഇത് എൻ്റെ കയ്യിലുള്ള പീസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും പുതിയ തുണിയിലൊന്നും ചെയ്ത് പഠിക്കരുത്. പഴയ ഏതെങ്കിലും തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം നമ്മൾ പുതിയ തുണി നല്ല മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ എക്സ്ട്രാ അഡീഷണലായിട്ട് നമ്മൾ തയ്ച്ച സമയത്ത് ബാക്കി വന്നിട്ടുള്ള ഒരു തുണിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ലോങ് ആയിട്ടുള്ള ഒരു പീസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു വലിയ പീസ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പീസിന് ആദ്യം നമ്മൾ ഇതുപോലെ 2ആക്കി മടക്കി കൊടുക്കണം. വീതിക്ക് നമ്മൾ 2ആക്കി മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ഒന്നും കൂടി ഇതുപോലെ നീളത്തിൽ നമ്മൾ 2ഉം കൂടി ആക്കി മടക്കി കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും. നമുക്ക് 2 പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ബാക്കിനും ഫ്രണ്ടിനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡായിട്ട്, അതുപോലെ ഒരു സൈഡിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന 4 പീസ് ഉണ്ടാവില്ല, ഇത് ക്ലോസ്ഡ് ആണ്. അതുപോലെയാണ് നമ്മൾ ഈ തുണി ഇവിടെ വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഈ ഒരു ക്ലോസ്ഡ് സൈഡിലാണ് നമ്മൾ മാർക്കിങ്ങുകളെല്ലാം അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ മാർക്കിങ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ബോക്സ് പ്ലീറ്റ് എടുക്കാൻ വേണ്ടി ഷോൾഡർ മെഷർമെൻറ്റ് ഇവിടെ 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 8 ഇഞ്ചിനെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 4 ഇഞ്ച് കിട്ടും. അപ്പോൾ ഈ 4 ഇഞ്ചാണ് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി ചെസ്റ്റ് ഒക്കെ ഞാൻ ഓരോന്ന് അടയാളപ്പെടുത്തുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 8 ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ കിട്ടിയത്. പക്ഷേ അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ പകുതി എടുക്കണം. കണ്ടല്ലോ, 4 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ പെണ്ണ് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ മാർക്കിംഗ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആം ഹോൾ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ആം ഹോൾ മെഷർമെൻറ്റ് ഇവിടെ ഞാൻ 4.5 ഇഞ്ചാട്ടോ കൊടുക്കുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ആം ഹോളിൻ്റെ ഭാഗത്തെ ഒരു 1/4 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുകൾ വശത്ത് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1/4 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 1/4 ഇഞ്ചിൽ നിന്ന് വേണം ഞാനിവിടെ 4.5 ഇഞ്ച് ഇതുപോലെ അളന്നെടുക്കുന്നത്. കണ്ടല്ലോ, 4.5 ഇഞ്ച്. അപ്പോൾ കുട്ടികളായതുകൊണ്ട് തന്നെ അധികം ഇറങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ 4.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ 4 ഇഞ്ചിൻ്റെ നമുക്ക് മതിയാകും. നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെയാണ് പൊതുവെ എല്ലാ ഫ്രോക്കിലും നമ്മൾ ആമോൾ എടുക്കാറുള്ളത്. പക്ഷേ ഒന്നും കൂടി ലൂസായിട്ട് അവർക്കൊരു ആയാസത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ എടുക്കുന്നത്. കണ്ടല്ലോ, ഇനി ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് വരുന്നത്, 20 ആണല്ലേ വരുന്നത്. 20നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 5 ഇഞ്ചാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 5 ഇഞ്ചാണ് നമ്മളിവിടെ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ്, ചെസ്റ്റ് റൗണ്ടാണ് നമ്മുടെ 20 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 20 ഇഞ്ചിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ച് കിട്ടും. ആ 5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ലൂസായിട്ട് കിടക്കണം. അപ്പോൾ ആ ലൂസ് ഫിറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ചും കൂടി, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച്, കുട്ടികളുടെ ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്കൊരു 1/4 ഇഞ്ച് മതിയാകും. വലിയ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ച് എടുക്കാം. ഇവിടെ ഞാൻ 1/4 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, ചെസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ചിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ച് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് എന്ത് വരച്ചെടുക്കണം, ആമോൾ കർവ് വരച്ചെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിതുപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മൾ 4.5 ഇഞ്ചാണല്ലോ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പകുതി നമുക്ക് അടയാളപ്പെടുത്തണം. ടാപ്പ് ഇതുപോലെ 2ആക്കിയിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ പകുതിക്ക് അടയാളപ്പെടുത്താൻ പറ്റും.
ഓക്കെ, ഈ നമുക്കിവിടെ നമ്മളെ സ്കെയിൽ വെച്ചിട്ട് ഫ്രഞ്ച് കർവിന് സ്കെയിൽ ഉണ്ടാവുമല്ലോ, ആ സ്കെയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കെയിൽ ഇല്ലയെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, വരച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ സ്കെയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് വേണം നമ്മളിതുപോലെ കർവ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷോർട്സിൽ ഈ ഒരു പെൻസിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെൻസിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആമോൾ കർവ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പീസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 6 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. നമ്മുടെ ബുക്കിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് കാണിക്കാം. 6 ഇഞ്ചാണ് യോക്ക് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 6 ഇഞ്ചിലേക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ, 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ തയ്ക്കാൻ വേണം, അതുപോലെ 1/2 ഇഞ്ച് നമുക്ക് താഴെ പീസിനോട് ചേർത്തിട്ട് തയ്ക്കാനും വേണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ വേസ്റ്റ് ഞാനിവിടെ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് എത്രയാണ്, 19 ഇഞ്ചാണ് ഞാനിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 19 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 4.75 ആണ് കിട്ടുക. ജസ്റ്റ് ഒന്ന് മാറി എഴുതിപ്പോയി, 4.75 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഞാൻ മാറ്റി എഴുതുന്നുണ്ട്, 4.75 ആണ് കിട്ടുക. അപ്പോൾ ഈ 4.75 നമുക്കിവിടെ അളന്ന് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് എവിടെയാണ് 4.75 വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതാ 1/4 ഇഞ്ച് നമുക്ക് വീണ്ടും ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡാട്ട് ഇടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡാട്ട് ഇടാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം 2 ഡാട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാട്ടിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റും കൂടി നമ്മളിവിടെ കൊടുക്കണം. ഡാട്ടിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം നമ്മുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു, അതായത് 4.75. അതിനുശേഷം നമ്മളൊരു 1/4 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഡാട്ടിന് വേണ്ടിയിട്ട്, അതുപോലെ 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വരുന്നത് നമ്മുടെ തയ്യൽ തുമ്പായിട്ട് പോകുന്ന പോർഷനാണ്, ഇത്രയും ഭാഗം. അപ്പോൾ ഈ നമുക്ക് ഈ ഡാട്ട് ഇടുന്ന മെഷർമെൻറ്റും കാൽക്കുലേഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് 2 ഡാട്ട് വരുന്നത്. അപ്പോൾ ഡാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് വി ഡാട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഡാട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഇവിടെ എത്രയാണ് വരുന്നത്, 20 ഇഞ്ചസ് ആണല്ലോ വരുന്നത്. അപ്പോൾ 20 ഇഞ്ചസിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, 2 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 2 ഇഞ്ചിലാണ് നമ്മൾ എന്ത് ഇടേണ്ടത്, നമ്മുടെ ഡാട്ട് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡാട്ട് വരയ്ക്കുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ലൈനിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ടാപ്പ് പിടിക്കുക. ഇവിടുന്ന് 2 ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ ഡാട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡാട്ടിന് കഴിഞ്ഞതിന് ശേഷം ഡാട്ട് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടല്ലോ, അത് കഴിഞ്ഞ ശേഷം ഒരു 1/4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ 1/4 ഇഞ്ചിൽ നമുക്ക് ഡാട്ട് മുകളിലേക്കൊരു വര കാണുമല്ലോ, ആ വര നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക. നമുക്ക് എത്രയാണ് ഡാട്ട് കിട്ടിയിട്ടുള്ളത്, ഓക്കെ, ഡാട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതിലേക്ക് നമ്മളൊരു 0.5 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2ലേക്ക് നമ്മൾ 0.5 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.5 കിട്ടും അല്ലേ. അപ്പോൾ ആ 2.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാട്ട് ലൈന് വരുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് വീണ്ടും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിൻറ്റിലേക്ക് നമുക്കിത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതുപോലെ ഈ ഒരു പോയിൻറ്റിലേക്ക് നമുക്കിതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഡാട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഡാട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു ഡാട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് വിഡ്ത്ത് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 2 ഇഞ്ചാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിന് ഇറക്കം വരുന്നത് എത്രയാണ്, 3 ഇഞ്ചാണ്. പക്ഷെ ഞാനിവിടെ ഷോൾഡർ കൂട്ടി തയ്ക്കാനുള്ളതുകൊണ്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 3.5 ഇഞ്ചിൽ ഞാനിവിടെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊരു സ്ക്വയറായിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നെക്ക് ഞാനൊരു സ്ക്വയർ ഷേപ്പ് തന്നെയാണ് ചെയ്യുന്നത്, ബാക്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ തന്നെ കൊടുക്കാം. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ 2.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പ് വരക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫ്രഞ്ച് കർവനെ യൂസ് ചെയ്തിട്ട് റൗണ്ട് വരച്ചെടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് വൃത്തിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇത് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സ്കെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചെടുക്കാവേ. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ ഏകദേശം കാൽക്കുലേഷൻസൊക്കെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ടിങ്ങാണ് പരിപാടി.
അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ മുകളിൽ ഒരു 4 ഇഞ്ച് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഷോൾഡർ സ്ലോപ്പ് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും കൂടി നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്താൽ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്ക് പീസ് നമ്മൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറന്നിട്ട് ഒരിക്കലും ആദ്യം തന്നെ പോയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യരുത്. ഫ്രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അതേ നെക്കന്നെ നമ്മൾ പിന്നെ ബാക്കിനും എടുക്കേണ്ടി വരും. മൊത്തത്തിൽ അത് വൃത്തികേടായി പോകും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ആദ്യം ബാക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടുള്ളത് ലൈനിങ് പീസിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലൈനിങ് പീസാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ ക്ലോത്ത് ഇപ്പോൾ ഞാൻ എന്താ ഈ എടുക്കുന്ന പീസാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. അത് ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇനി എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. ആദ്യം തന്നെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തൊട്ടരികിലൂടെ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ അരികി ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരുപാട് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വീതിക്കൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഈ 2 തുണിയും കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം മെല്ലെ കുറഞ്ഞ അളവിൽ ചെറിയ തുമ്പിൽ നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെയിൻ പീസ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ലൈനിങ്ങിൻ്റെ അതേ അളവിൽ വെച്ച് കട്ട് ചെയ്തിട്ടില്ല. നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ല, ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് അതേപോലെ തന്നെ മെയിൻ പീസിൽ കട്ട് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തുണി നീങ്ങിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് പിന്നുകളൊക്കെ മാറ്റാം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഡാർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡാർട്ടിൻ്റെ സെൻറ്ററിലൊരു ലൈൻ ഉണ്ടല്ലോ, ഡാർട്ടിൻ്റെ സെൻറ്ററിലെ ലൈന്, ഈ സെൻറ്ററിലെ ലൈനിലൂടെ ആദ്യം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. താഴെ വശത്ത് നിന്ന് തുടങ്ങി മുകളിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് തുണി ഇതുപോലെ തിരിച്ചിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ, അതായത് ഈ ഒരു ലൈന് സെൻറ്ററിൽ വരുന്ന പോലെ തന്നെ ഈ പിന്നുകളൊക്കെ ഒന്ന് അത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നമ്മൾ പഠിച്ച് വെച്ചുള്ള ഡാട്ടിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈന് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു 4 ഇഞ്ച് വീതിക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഒരു ഡാട്ട് സ്റ്റിച്ച് ചെയ്യുന്നേ കാണിക്കുന്നുള്ളൂ. ബാക്കി 3 എണ്ണം നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ 2 എണ്ണം വരുന്നുണ്ട്, ബാക്കിൽ 2 എണ്ണം വരുന്നുണ്ട്, അങ്ങനെ 4 എണ്ണം വരും. അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തു, ബാക്കിയും കൂടി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതാ ഇതുപോലെ 2 പീസസിൻ്റെ ആവശ്യമുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്, ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പീസിൻ്റെ 3 വശങ്ങൾ നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം. ഇതുപോലെ ആദ്യം ഒരു 4 ഇഞ്ച് മടക്കി കൊടുക്കുക, എന്നിട്ടൊരു 4 ഇഞ്ച് മടക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് 3 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം, 3 സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഡാട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണിത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഇനി ഈ ഒരു പീസ് നമ്മൾ 3 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു പീസ് എങ്ങനെ ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് 2ൻ്റെയും സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടിങ്ങനെ ആക്കി കൊടുത്താൽ മതി, നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടും. എന്താ ഈ ഒരു പീസിൽ നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ നെക്ക് വീഴ്ത്ത് എടുത്തത് 2 ഇഞ്ചല്ല, ആ നെക്ക് വീഴ്ത്ത് എടുത്ത അളവ് നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 2 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് സെൻറ്ററാക്കി 2 ഈക്വലാക്കി മടക്കിയതിന് ശേഷം വേണം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, നമ്മൾ 2 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തുണിയുടെ നല്ല വശത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ആ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റ് കണ്ട ഇതേ ലെവലായിട്ട് 2 ഇഞ്ചും നമ്മുടെ ഷോൾഡർ പോയിൻറ്റും കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമുക്കിത് 1/2 ഇഞ്ച് വീതിക്ക് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ബാക്ക് പീസാണ് ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ട് നെക്ക് നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ലൈനിങ്ങിൻ്റെ നമ്മളിത് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
അതിനുശേഷം ഈ ഒരു റൗണ്ടിൽ നമുക്ക് കട്ടിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് ആ ഒരു പീസിനെ മറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എക്സ്ട്രാ വരുന്ന ഈ പിന്നൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ഒരു പീസിനെ നമുക്ക് ബാക്ക് സൈഡിലോട്ടേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസിനെ ബാക്കിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പീസും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് കണ്ടല്ലോ നമ്മൾ ഈ തയ്ച്ചെടുത്ത ഈ ഒരു പീസ് കറക്റ്റായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ആ 2 സ്റ്റിച്ച് ലൈനിൽ പോയിട്ടുള്ള ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ 2 പോയിൻറ്റുകൾ ഫേസ് ടു ഫേസ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ജോയിൻറ്റ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിത് ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേണമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ തുണി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ 2 ജോയിൻറ്റുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ മറക്കണ്ട, നമ്മുടെ വീഡിയോയുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ. നമ്മളത് ക്ലിയർ ചെയ്തിട്ട് പോകും. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ കിഡ്സ് സൈസിൻ്റെ വീഡിയോയിൽ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. ഒന്നെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ഡൗട്ടിന് ആൻസർ തരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റ് നമ്മൾ നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു പീസിനെ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കൈത്തുന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഹെമ്മിങ് എന്ന് പറയും. അപ്പോൾ ഹെമ്മിങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഹെമ്മിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ആമോളിൻ്റെ ഭാഗം ചെയ്തെടുക്കണം. ആമോളിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതി വരുന്ന ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്രോസ് പീസ് ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഇതുവരെയുള്ള ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ എല്ലാ വീഡിയോസും ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് തുടക്കം തൊട്ടേ കാണാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം ഓരോ ദിവസം നമ്മൾ ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ഇവിടെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പുറം വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കണം. എന്നാലേ ക്രോസ് പീസ് മറിച്ച് തയ്ക്കുന്ന സമയത്ത് അത് നീറ്റായിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ ഈ ഒരു ക്രോസ് പീസിനെ ഇതുപോലെ ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു തയ്യൽ തുമ്പി ക്രോസ് പീസിലേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസിനെ തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യണം. ഒന്നും കൂടി മടക്കിയിട്ട് ഇതിന് കറക്റ്റായിട്ട് നമുക്കിവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു ആം ഹോൾ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആം ഹോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. കണ്ടുള്ള നല്ല നീറ്റിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ കംപ്ലീറ്റ് 2 ആം ഹോളും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വശം സൈഡ് കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല വശം താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുകളിൽ കാണുന്നത് ചീത്ത വശമാണ്. ഓക്കെ, എന്താ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ഗ്യാപ്പാണ് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ചിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ യോക്ക് പീസിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ നൂലുകളൊക്കെ വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ബോട്ടം പീസാണ് നോക്കേണ്ടത്. ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ബോക്സ് പ്ലീറ്റിനുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടല്ലോ, മടക്കി കഴിഞ്ഞാൽ നമുക്ക് 5 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാൽക്കുലേഷൻസും മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് പ്ലീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബോക്സ് പ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ എങ്ങനെയാണ്, ഇങ്ങനെ വരിക. കണ്ടല്ലോ, ഇതുപോലെ. ഇതാണ് ഒരു ബോക്സ് പ്ലീറ്റ്. അടുത്ത പ്ലീറ്റ് വരുമ്പോൾ ഇതേപോലെ. ഇനി ഒന്നും കൂടി വരയ്ക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് ഓരോ പ്ലീറ്റുകളാണ്. കണ്ടല്ലോ, ഇതൊരു പ്ലീറ്റാണ്, ഇതൊരു ബോക്സ് പ്ലീറ്റാണ്, ഇതൊരു ബോക്സ് പ്ലീറ്റാണ്. ഇതുപോലെ തന്നെ ബാക്കിലേക്ക് വരും. കണ്ടല്ലോ, ഇതൊരു ബോക്സ് പ്ലീറ്റ്, ഇതൊരു ബോക്സ് പ്ലീറ്റ്, ഇത് അങ്ങനെ ഇങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കാം 4 ഇഞ്ച് വരുന്ന ഒരു ബോക്സ് പ്ലീറ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. കണ്ടല്ലോ, 4 ഇഞ്ച്.
അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ആവണം. ഇത് 4 ഇഞ്ചാണെങ്കിൽ ഇതും 4 ഇഞ്ച്, അതുപോലെ ഇതും 4 ഇഞ്ച്. ഇനി നമ്മൾ ഈ 4 ഇഞ്ച് എടുക്കുന്ന ഈ ഒരു ബോക്സ് പ്ലീറ്റിൻ്റെ ബാക്കിലേക്ക് തുണി വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ 4ൻ്റെ പകുതിയാണ് നമ്മൾ ഈ 2 സൈഡിലായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ നമുക്ക് 4 ഇഞ്ച് വരും. ഇവിടെ അതിൻ്റെ പകുതി 2 ഇഞ്ച്, ഇവിടെ അതിൻ്റെ പകുതി 2 ഇഞ്ച്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഒരു ബോക്സ് പ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊറ്റൊരു ബോക്സ് പ്ലീറ്റാണ്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് ഒരു ബോക്സ് പ്ലീറ്റ്, അതിൻ്റെ പകുതി 2 ഇഞ്ച്, അതിൻ്റെ പകുതി 2 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഒരു 4 ഇഞ്ച് ബോക്സ് പ്ലീറ്റ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടലി എത്ര മെറ്റീരിയൽ ആവശ്യം വരും? 4ഉം 2ഉം 2ഉം അങ്ങനെ 8 ഇഞ്ച് മെറ്റീരിയൽസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ 4 ഇഞ്ച് ബോക്സ് പ്ലീറ്റിന് 8 ഇഞ്ച് വേണം. അങ്ങനെയാണെങ്കിൽ 2 ഇഞ്ച് ബോക്സ് പ്ലീറ്റിന് നമുക്ക് എത്ര വേണ്ടി വരും? 2 ഇഞ്ച് ബോക്സ് പ്ലീറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2, ഇവിടെ പകുതി 1, ഇവിടെ 1. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് ആവശ്യം വരും. അപ്പോൾ ബോക്സ് പ്ലീറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഡ്രസ്സിൽ നമുക്ക് എത്ര പ്ലീറ്റുകൾ ഇടണം എന്ന് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമിൻ ചെയ്യാം. ഞാനൊരു 7 പ്ലീറ്റുകൾ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണ്? 20 ആണ് അല്ലേ? അപ്പോൾ 20/7 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 20 എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, നമ്മുടെ വേസ്റ്റ് അളവ് 10 ഇഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലേക്കും 10 ഇഞ്ച് വരും. അപ്പം രണ്ടും കൂടി കൂട്ടിയിട്ട് 20 ഇഞ്ചാണ് അല്ലേ? അപ്പോൾ 20 ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ അളവാണ് 20 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഡ്രസ്സിൽ എത്ര പ്ലീറ്റുകൾ ഇടണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആണ് ഇവിടെ വരിക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു 7 പ്ലീറ്റ്സുകളാണ് എനിക്ക് ഇടേണ്ടത്. അപ്പോൾ 20/7 നമ്മൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എത്രയാണ്? 2.87 ആണ്. അപ്പോൾ 2.87 എന്ന് പറയുന്നത് നമ്മുടെ ബോക്സ് പ്ലീറ്റിൻ്റെ സൈസാണ്. അപ്പോൾ ഞാൻ കാണിക്കാം. നമ്മുടെ ഒരു ബോക്സ് പ്ലീറ്റ് ഞാനിപ്പോൾ ഇവിടെ വരക്കുകയാണ്. അപ്പോൾ വരക്കുന്ന സമയത്ത് ഇതൊരു ബോക്സ് പ്ലീറ്റാണ്. ഇതിന് നമ്മൾ 2.87 ആണ് നമ്മുടെ ഒരു ബോക്സ് പ്ലീറ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പകുതി എത്രയാണ്? 1.4. ഈ സൈഡിലും 1.4. അപ്പോൾ ടോട്ടലി എനിക്ക് ഒരു ബോക്സ് പ്ലീറ്റിന് ആവശ്യമായിട്ടുള്ള തുണി എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തത്തിൽ ഇവയെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5.67 കിട്ടും. അതായത് 2.87ഉം 1.4ഉം 1.4ഉം കൂടി കൂട്ടുമ്പോൾ 5.67 വരും. 5.67 നമുക്ക് എന്തിനാവശ്യമാണോ ഒറ്റ ബോക്സ് പ്ലീറ്റിന് ആവശ്യം വരും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ബോക്സ് പ്ലീറ്റിൻ്റെ കാൽക്കുലേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയാം, നമുക്ക് ടോട്ടലി എത്ര തുണി ആവശ്യമുണ്ട്? നമുക്കത് മൊത്തം ഒരു 7 ബോക്സ് പ്ലീറ്റ് നമുക്ക് തയ്ക്കണമല്ലോ. അതിന് നമുക്ക് ടോട്ടലി എത്ര തുണി വേണം നോക്കാം. അപ്പോൾ നമുക്ക് ബോട്ടം പീസിന് താഴെ ഭാഗത്തേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ട തുണിയുടെ കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണ്, അതിൻ്റെ 3 ഇരട്ടി തുണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണ്? 20 ഇഞ്ചസ് ആണല്ലോ, 20 ഇഞ്ചാണ്. കംപ്ലീറ്റ് ഫുൾ റൗണ്ട് വരുന്നത് 20 ആണ്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 20 × 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 60 കിട്ടും. 60 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 60 ഇഞ്ച് മാത്രം പോരാ, നമുക്ക് കൂട്ടി തയ്ക്കാൻ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വേണം. തയ്യൽ തുമ്പായിട്ട് നമുക്ക് വേണം. പ്ലസ് 1 ഇഞ്ചും കൂടി കൂട്ടി 61 ഇഞ്ചസ് മെറ്റീരിയൽ നമുക്ക് താഴെ പീസിന് ആവശ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ നമ്മൾ ബോക്സ് പ്ലീറ്റിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മുടെ ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത് ഒറ്റ ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഷേപ്പിലാണ് നമ്മുടെ ബോക്സ് പ്ലീറ്റ് വരുന്നത്. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പാണ് നമ്മുടെ ബോക്സ് പ്ലേറ്റ്. അപ്പോൾ ഞാൻ 4 ഇഞ്ച് വീതി വരുന്നൊരു ബോക്സ് പ്ലേറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 2 സൈഡിലേക്കും നമുക്ക് ആവശ്യം വരും. 2 ഇഞ്ചും 2 ഇഞ്ചും. അപ്പോൾ ഒറ്റ ബോക്സ് പ്ലേറ്റ് നമുക്ക് എത്ര വേണം? 8 ഇഞ്ച് വേണ്ടി വരും. മനസ്സിലായോ? ഇനി നമുക്ക് 20 ആണ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ്. അതുപോലെ 7 എണ്ണം എനിക്ക് ഇടണമെന്ന് ഞാൻ വിചാരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഇടാം കേട്ടോ. 7 അല്ല 5 ആണെങ്കിൽ 5 ഇടാം, 6 ആണെങ്കിൽ 6 ഇടാം. ഒക്കെ നമുക്ക് എത്ര എണ്ണം വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ വേസ്റ്റ് അളവിനെ നമുക്ക് എത്ര നമ്പർ ഓഫ് ബോക്സ് പ്ലേറ്റ് വേണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബോക്സ് പ്ലേറ്റിൻ്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ താഴത്തേക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്. 61 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. വീതി വരുന്നത്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് എത്ര ഇറക്കം വേണം അതിലേക്ക് 1.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടത് 9.5 ഇഞ്ചാണ്. അതിലേക്ക് 1.5 ഇഞ്ച് കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ച് ഞാൻ എടുത്തു. ഇനി നമുക്ക് പ്ലീറ്റ്സ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനാദ്യം നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കണം? നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അളവ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോക്സ് പ്ലീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിങ്ങൾ നോക്കുക, 2.87 ആണ് നമ്മുടെ ബോക്സ് പ്ലീറ്റ്. സൈഡിലേക്ക് 1.4 ആണ് നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഈ ഒരു പോയിന്റിൽ നിന്ന് ആദ്യം നമുക്ക് 2.8 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എത്രയാണ് അതും കൂടി ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. 1.4 ഇഞ്ചസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.4 ഇഞ്ചസിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
1.4 ഇഞ്ചും അടുത്തത് 1.4 ഇഞ്ചും അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ പിന്നെ കയ്യിൽ കരുതി വെക്കുക. നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു പ്ലീറ്റിനെ പിടിച്ച് വെക്കാം. ഇനി ഇതാ നമുക്ക് 2 ഈ ഒരു പ്ലീറ്റിൻ്റെ തുടക്കത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് 2.8 മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 1.4 മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് 1.4 മാർക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 1.4 കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഈ ഒരു 2.8ൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് നമുക്ക് പ്ലീറ്റിനെ വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒറ്റ ബോക്സ് പ്ലീറ്റ് വരുന്നത്. വേണമെങ്കിൽ ഞാൻ 1-2 കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് 1.4 ഇഞ്ചസാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വീണ്ടും ആ പോയിന്റിൽ നിന്ന് 1.4 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് നമ്മൾ പ്ലീറ്റിനെ പിടിച്ച് വെച്ചു. എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മളിത് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതാട്ടോ. കണ്ടല്ലോ, ഇതുപോലെ പിൻ ചെയ്ത് വെച്ചു. ഇനി ഈ ഒരു പ്ലീറ്റിൻ്റെ തുടക്കത്തിൽ നിന്ന് നമ്മൾ പിടിച്ചിട്ട് 2.8ലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ബോക്സ് പ്ലീറ്റിൻ്റെ അളവ്, 2.8 അല്ലേ മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും എത്ര മാർക്ക് ചെയ്ത് കൊടുക്കണം? 1.4 മാർക്ക് ചെയ്ത് കൊടുക്കണം. 1.4 മാർക്ക് ചെയ്തു. ഒന്നും കൂടെ 1.4 മാർക്ക് ചെയ്തു. കണ്ടല്ലോ. എന്നിട്ട് ഈ ഒരു പ്ലീറ്റിനെ ഇങ്ങോട്ട് നമുക്ക് പിടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ 2 പ്ലീറ്റ്സുകൾ ഇവിടെ റെഡിയായി. ഇതുപോലുള്ള 7 പ്ലീറ്റ്സുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നുമില്ല, ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എത്രയാണ്? ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ 1.4 മാർക്ക് ചെയ്തു. വീണ്ടും 1.4 മാർക്ക് ചെയ്തു. എന്നിട്ട് 1.4ൽ നിന്ന് നമ്മൾ പിടിച്ചിട്ട് പ്ലീറ്റിനെ വെച്ചു. എന്നിട്ട് നമ്മൾ 2.8 മാർക്ക് ചെയ്തു. 1.4 എന്നിട്ട് 2.8ൽ നിന്ന് 1.4ലേക്ക് അങ്ങോട്ട് വെച്ചു. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നിങ്ങൾ വീഡിയോ ഒന്ന് കറക്റ്റ് കണ്ടാൽ മതി. ഒന്നും കൂടി ബാക്ക് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവട്ടെ. ഇപ്പോൾ ഞാനൊരു 3 പ്ലീറ്റ്സ് ഇടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഇടത്തോട്ടേക്ക് പ്ലീറ്റ് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ 2.8 ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 തവണ 1.4 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ 2.8ൻ്റെ ആ പോയിന്റ് നമ്മൾ എങ്ങോട്ട് പിടിച്ച് വെക്കണം? വലത്തോട്ടേക്ക് പിടിച്ച് വെക്കുക. ഇവിടെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ വലത്തോട്ടേക്ക് ഇതുപോലെ പിടിച്ച് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ്സുകൾ ഇടേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര പ്ലീറ്റ്സുകളാണ് നമ്മൾ ഇടേണ്ടത്? 7 പ്ലീറ്റ്സുകളാണ് നമ്മൾ കാൽക്കുലേറ്റ്, ആ രീതിക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 7 എണ്ണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനാണ്. നമുക്ക് 6 ഇടണമെങ്കിൽ 6 ഇടാം, 5 ഇടണമെങ്കിൽ 5 ഇടാം, നമ്മളെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 പ്ലീറ്റ്സുകൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അറേഞ്ച് നമുക്ക് ഇവിടെ എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടും കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ആ തുണി കറക്റ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം തുണി ഇതാ ഇതുപോലെ വെച്ചിട്ട് 2 സൈഡും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴ്വശം മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്താണ്, ഒരുപാട് ലെങ്ത്ത് കൂടി പോകും. അതുകൊണ്ടാട്ടോ ഞാനിതിൽ സൈഡ് ജോയിൻ ചെയ്തത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി താഴ്വശം മടക്കി തയ്ക്കുന്നതും പ്ലീറ്റ്സിൻ്റെ മുകൾ വശം തയ്ക്കുന്നതും നിങ്ങൾ സ്വയം ചെയ്യുക. കാരണം പ്ലീറ്റ്സിൻ്റെ മുകൾ വശം തയ്ക്കാൻ ഒന്നുമില്ല, സിമ്പിളായിട്ട് തയ്ക്കാനേ ഉള്ളൂ. ആ പ്ലീറ്റ്സുകൾ കറക്റ്റായിട്ട് തിന്നിപ്പോകാതെ കറക്റ്റ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതാ കണ്ടല്ലോ, ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സിൻ്റെ മുകൾ വശം തയ്ച്ചെടുത്തു, അതുപോലെ താഴ്വശം തയ്ച്ചെടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ തയ്ച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് നമ്മൾ വേസ്റ്റിനോട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും കാൽക്കുലേഷൻസും ഒക്കെ കറക്റ്റാണ്. നമുക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ബോഡി പീസിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ പിടിച്ചെടുക്കുക. എന്നിട്ട് ഈ 2 വേസ്റ്റിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫുൾ റൗണ്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഒന്ന് കാണിക്കാം. അപ്പോൾ എനിക്കറിയാം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും. കാരണം എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും. അപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ ഇരുന്നിട്ട് കണ്ടു നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് പഴയ തുണിയിൽ ചെയ്ത് പഠിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ നല്ലൊരു തുണിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നല്ല തുണി പോയി പെട്ടരുത്. പിന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല തുണിയിൽ ചെയ്താൽ മതി. പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒറ്റ തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ.
അപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ താഴെ പീസിന് ലൈനിങ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അടുത്തൊരു ഫ്രോക്കിൽ എങ്ങനെ ലൈനിങ് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കൂടി ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബോക്സ് പ്ലേറ്റിൻ്റെ എല്ലാം മൊത്തം പരിപാടി കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.